पीएफआई के संगठनों की मदद दी जाती है तो फिर उनका तूफान और बढ़ेगा कि नहीं बढ़ेगा। कांग्रेस ने जिस प्रकार वोट के लिए पीएफआई जैसे संगठनों की मदद दी है, उनसे सहाय ली है, और ऐसे ही कारणों से ऐसे लोगों की ताकत बढ़ जाती है। भाई നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളോട് ഒരു തരിമ്പ് പോലും ആദരവില്ലാതെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയ പരാമർശങ്ങളുമായി ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സംസാരിക്കുകയാണ്. പിലീഭിത്തിൽ നിന്ന് തുടങ്ങിയ വർഗീയ വിഷം ചീറ്റൽ ഇന്ന് കർണാടകയിൽ എത്തി നിൽക്കുകയാണ്. ഒന്നാം ഘട്ടം മോദിയുടെ ഗ്യാരണ്ടി ചോദിച്ചായിരുന്നു വോട്ട് ചോദിച്ചതെങ്കിൽ ഇപ്പോൾ മുസ്ലിം ജനവിഭാഗത്തെ പച്ചയ്ക്ക് ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ അതിരുകടക്കുകയാണ്. വിഷം ചീറ്റിയാൽ വോട്ടാകുമോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി VPP മുസ്തഫ, കോൺഗ്രസ് പ്രതിനിധി AA ഷുക്കൂർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്. ആദ്യം BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസിലേക്കാണ്. ശ്രീ P കൃഷ്ണദാസ്, ഇന്ന് കർണാടകയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി സംസാരിച്ച വാക്കുകളാണ്. വയനാട് സീറ്റ് വിജയിക്കാൻ കോൺഗ്രസ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുണ തേടി. മറ്റൊന്ന്, കോൺഗ്രസ് നിങ്ങളുടെ സ്വത്ത്, സമ്പത്ത്, ആഭരണങ്ങൾ, താലിമാല എന്നിവയുടെ എക്സ്റേ എടുക്കും. അത് അവരുടെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് പുനർവിതരണം ചെയ്യും. ഇങ്ങനെ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത്? ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഇങ്ങനെ തന്നെ സംസാരിക്കണമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അല്ല, നിരോധിത സംഘടനയെക്കുറിച്ച് പറയുന്നതിൽ എന്താണ് തെറ്റ് നീലിമ? നിരോധിത സംഘടനയുമായി UDFന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ UDFൻ്റെ സംവിധാനങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് പുതിയൊരു കാര്യമല്ലല്ലോ. നേരത്തെയും നിരോധിത സംഘടനകളുമായി, അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളുമായി, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായെല്ലാം UDFലെ ഘടകകക്ഷികളായിട്ടും UDFലെ രാഷ്ട്രീയ ബാന്ധവമുള്ള ആളുകളായിട്ടും അത് ഒരു പരിധിവരെ ചില ഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തെ സംഘടനകളും ഇടതുപക്ഷ നേതാക്കന്മാരും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുമെല്ലാം ആ തരത്തിൽ ആ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായി രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അവരുമായി ബാന്ധവം സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം കേരളത്തിൽ പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പലപ്പോഴും മാറിയും മറഞ്ഞും LDFും UDFും എല്ലാം അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നേരത്തെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ചില സാമൂഹികമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിരവധി പരാതികൾ സമർപ്പിക്കപ്പെട്ടു. ആ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പാർട്ടി അധ്യക്ഷന്മാർക്ക്, അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയും അത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷം തന്നെ ആരോപിച്ചിട്ടില്ലേ, UDFൻ്റെ നേതാക്കന്മാർ തങ്ങൾക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തുന്നു, ജാതീയ അധിക്ഷേപം നടത്തുന്നു. വടകരയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിരന്തരമായി UDFൻ്റെ നേതാക്കന്മാർ ഈ തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ആ തരത്തിൽ നടക്കുന്ന അധിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പരാതികൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയും നിങ്ങൾക്കില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എത്രയോ കാലങ്ങളായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളാണിത്. എല്ലാ മാധ്യമങ്ങളും എത്രയോ പതിറ്റാണ്ടുകളായി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലും അതിനു മുൻപ് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളെല്ലാം നിരന്തരമായി വ്യാജ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയില്ലേ. ആ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വർദ്ധിത വീര്യത്തോടുകൂടി കൂടുതൽ സീറ്റുകളോടുകൂടി BJPക്കും ശ്രീ നരേന്ദ്രമോദിക്കും മുന്നോട്ട് വരാനുള്ള സാഹചര്യമുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ, തുടക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2024 തുടക്കം മുതൽ തന്നെ ഞാൻ ശ്രീ P കൃഷ്ണദാസ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചതിൽ ഒരു കാര്യമുണ്ട്. ഒന്നാം ഘട്ടത്ത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ
വോട്ടർമാരെ അഭിസംബോധന ചെയ്ത സാഹചര്യമുണ്ടായത്. പക്ഷെ നോക്കൂ, ഒരു ഘട്ടം കഴിഞ്ഞു, 2 ഘട്ടം കഴിഞ്ഞു. ഈ 2 ഘട്ടങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ ഇവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഇടിയുന്നൊരു സാഹചര്യം രാജ്യത്തുണ്ടായി. അതായത് നിങ്ങൾക്കിപ്പോൾ കേവല ഭൂരിപക്ഷം തന്നെ തികയ്ക്കാനാകുമോ എന്നൊരു ആശങ്ക നിങ്ങളെ വളരെ കൃത്യമായി അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മോദി കാ ഗ്യാരണ്ടി എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് വർഗീയ വിഷം എത്രയും ചീറ്റാമോ, എത്ര വർഗീയത പ്രചരിപ്പിക്കാമോ ആ രീതിയിൽ ഓരോ ആയുധങ്ങളും എടുത്ത് നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറായ പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലാക്കാക്കിക്കൊണ്ട് ഈ പ്രസ്താവനകൾ നടത്തുകയാണ്. വയനാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് ഒരു പക്ഷേ SDPI ആയിരിക്കാം. പക്ഷെ അദ്ദേഹം വളരെ ബോധപൂർവമായിരിക്കാം നിരോധിത സംഘടനയുടെ പേര് ഉപയോഗിച്ചത്. അതായത് കേരളത്തിന് പുറത്ത് സംസാരിക്കുമ്പോൾ അതാണല്ലോ കുറച്ചുകൂടി ആളുകൾക്ക് ബോധ്യപ്പെടുക. SDPIയേക്കാളും ആളുകൾക്ക് പരിചയമുള്ള വാക്കെന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരിക്കുമല്ലോ. അതവിടെ നിൽക്കട്ടെ. അതിൽ കൃത്യമായ വിയോജിപ്പ് SDPI UDF നൽകിയ പിന്തുണയെക്കുറിച്ച് കൃത്യമായ വിയോജിപ്പ് എല്ലായിടത്തു നിന്നും ഉയർന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ഒരു സംഗതിയിലേക്ക് വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വത്ത്, സമ്പത്ത്, ആഭരണങ്ങൾ, താലിമാലയടക്കം, സ്ത്രീകളുടെ താലിമാലയടക്കം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വിതരണം ചെയ്യും എന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം കാണാതെ പോകരുതല്ലോ. ബഹുമാനപ്പെട്ട നീലിമ, നമ്മളുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ തെരഞ്ഞെടുപ്പിൽ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള, ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP മുന്നോട്ട് വച്ചിട്ടുള്ളത് ദേശീയ തലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ വികസനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയവും മാത്രമാണ്. പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ യോഗങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങളിലും ഒരേ വിഷയം തന്നെ സംസാരിക്കണം, ഒരേ കാര്യം തന്നെ ഡിറ്റോ പോലെ സംസാരിക്കണം എന്ന് ഒരു പൊളിറ്റിക്കൽ ലീഡറോട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട്, ഓരോ സംസ്ഥാനത്തും വരുമ്പോൾ മോദി പറയുന്ന വിഷയങ്ങൾ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കോൺഗ്രസ് അത്തരത്തിൽ ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി വിതരണം ചെയ്യും, പിടിച്ചെടുത്ത് വിതരണം ചെയ്യും എന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിലൊരു വ്യക്തത വരുത്തൂ ആദ്യം. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെയും ഇപ്പോഴുമെല്ലാം പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നിരാകരിക്കാമല്ലോ, അല്ലെങ്കിൽ BJP ഒരു രാഷ്ട്രീയ നിലപാട്. അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രസിംഗ്, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്താണ് പറഞ്ഞത്? മാർജിനലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, രാജ്യത്തെ വിഭവങ്ങൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അതെങ്ങനെയാണ് ഒരു വിഭാഗത്തിന്റെ സ്വത്താകുന്നതും അങ്ങേയറ്റം വന്ന് താലിമാലയടക്കം ഊരി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള വിഷലിപ്തമായ പ്രചാരണത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഒരു രാജ്യത്തിന്റെ വിഭവവും സമ്പത്തും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, ഞാൻ എൻ്റെ വാദമൊന്ന് പൂർത്തിയാക്കട്ടെ, എൻ്റെ ഭാഗമൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വളരെ പെട്ടെന്ന്. അതായത് ഈ രാജ്യത്തെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വിഷയങ്ങൾ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക സ്ഥിതിയെ സംബന്ധിച്ചും രാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ചുമെല്ലാം എല്ലാ പ്രസംഗങ്ങളിലും, അത് പ്രധാനമന്ത്രി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, കേരളത്തിലെ മറ്റ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ, കേരളത്തിലെ LDFൻ്റെ സ്ഥാനാർത്ഥികൾ, UDFൻ്റെ സ്ഥാനാർത്ഥികൾ, അവരെല്ലാം എത്രയോ വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, എത്രയോ വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, എത്രയോ പരാതികൾ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ തരത്തിലുള്ള പ്രസ്താവനകൾ കാണാതിരുന്നു കൊണ്ടാണോ താങ്കൾ BJPയുടെ പ്രതിനിധി പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? രാജ്യത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചുമാറ്റി ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകുമെന്നുള്ള അങ്ങനെ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും കോൺഗ്രസിൻ്റെ നയസമീപനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി തവണ.
ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ നയസമീപനങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക നയം, ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് അച്ചടിച്ച് ഗ്യാരണ്ടിയായിട്ട് കൊടുത്ത് ആ ഗ്യാരണ്ടി പേപ്പർ ഒപ്പിട്ട് വാങ്ങിയതിൻ്റെ റെസിറ്റ് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ഈ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും പ്രധാനമന്ത്രി പോലും ഇത്ര തരംതാണ നിലവാരമില്ലാത്ത പ്രസ്താവനകൾ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞു വന്നപ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് വരികയാണ്. വർഗീയ പ്രചാരണം അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം അത് വളർത്താൻ, അത് പകർത്താൻ, അതിൽ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷത്തിൻ്റെ മനസ്സുണ്ടാക്കി വിഭജനത്തിലൂടെ അത് വർഗീയമായി വോട്ട് രേഖപ്പെടുത്താൻ, ഇതെത്ര നിലവാരമില്ലാത്ത തരംതാണ പ്രവർത്തനമാണ്. ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതാണോ? അതിന് പറയുന്ന കൃഷ്ണദാസിനെ പോലുള്ളവർ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയാമോ? മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് എത്രമാത്രം മാതൃകാപരമായ ഒരു പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിന് ഇത്രമാത്രം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? നീലിമ ഇവിടെ പറഞ്ഞല്ലോ, തുല്യത. ഇത് ഈ രാജ്യത്തിൻ്റെ എല്ലാ പൗരസമൂഹത്തിനും അവകാശപ്പെട്ടതാണ്, ഭരണഘടനാനുസൃതമായിട്ടുള്ളതാണ്. ആ തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ താലിമാല പൊട്ടിച്ച് മറ്റ് സമൂഹത്തിന് കൊടുക്കും. എന്തൊരു വൃത്തികെട്ട മ്ലേച്ഛകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മോദി പോകുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും പോകുന്നത്. എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം. മണിപ്പൂർ വീണ്ടും തുടങ്ങിയിരിക്കുന്നു കലാപം. തീർക്കാൻ കഴിയാത്ത, ഇതെല്ലാം ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയും അതിൻ്റെ പാർശ്വവൃത്തികളായി നിൽക്കുന്ന ചില ആളുകളും കൂടി ഈ രാജ്യം ഇല്ലാതാക്കാൻ പോവുകയാണോ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഒരു ആമുഖം എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ പൂർത്തീകരിക്കട്ടെ. ഞാൻ അഡ്വക്കേറ്റ് അല്ല, ഷുക്കൂർ പറഞ്ഞാൽ മതി. അല്ലല്ല, ഞാൻ അതൊന്ന് പൂർത്തീകരിച്ചോട്ടെ ദിലീപ. നീ ഒരു മിനിറ്റ് മതി. അതായത് ഇത് ഇങ്ങനെയാണോ നിങ്ങൾക്ക് പറയാൻ? 10 വർഷക്കാലത്തെ ഭരണ നേട്ടം പറയാൻ കഴിയുന്നില്ലേ? പറഞ്ഞല്ലോ ഗ്യാരണ്ടി. എവിടെ എന്ത് ഗ്യാരണ്ടി കൊടുക്കുന്ന? നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടികൾ കഴിഞ്ഞ പ്രകടന പത്രികയിൽ BJP നേതാക്കൾ, പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 5 വർഷം മുമ്പ് പറഞ്ഞ ഗ്യാരണ്ടി നടപ്പിലാക്കിയോ? വെള്ളത്തിൽ വരച്ച വരയല്ലേ? ജനങ്ങളെ വഞ്ചിച്ച, ചതിച്ച, തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ, തൊഴിൽ സംരംഭകരുടെ ഈ പ്രവർത്തനം ഇല്ലാതാക്കിയ എത്രയോ സംഭവങ്ങൾ, എത്രയോ കാര്യങ്ങൾ. ഈ രാജ്യത്തിൻ്റെ 75 വർഷക്കാലത്തെ ചരിത്രമെടുക്കുമ്പോൾ ഒരിക്കലുമില്ലാത്ത തരത്തിൽ ഭീഭത്സമായ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിൻ്റെ പാവങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു? നിങ്ങൾ വലിയ പറഞ്ഞു ഉജ്ജൽ യോജന അതിലൂടെ കൊടുത്തു. അവർ അവസാനം വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ അവർ ആ ഗ്യാസ് കുറ്റിയുടെ മുകളിൽ അടുപ്പ് വെച്ച്, കല്ല് വെച്ച് അടുപ്പുണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് രാജ്യം പോയില്ലേ? ശരി, രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് അതിലേക്ക് ശ്രദ്ധ പതിയാതിരിക്കാനാണ് ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്നത്. അങ്ങ് ആമുഖമായി കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, വയനാട് സീറ്റിൽ വിജയിക്കാൻ കോൺഗ്രസ് ഈ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന്റെ ഒരു നിലപാട് ആമുഖമായി അങ്ങ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ രണ്ട് ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ഒന്ന്, ഇന്ന് പ്രധാനമന്ത്രി ഇന്ന് കർണാടകയിൽ സംസാരിച്ച ഒരു വിഷയത്തിലേക്കാണ്. വയനാട് സീറ്റ് വിജയിക്കാൻ വേണ്ടി മത തീവ്രവാദ സംഘടനകളുമായി അവരുടെ പിന്തുണ തേടുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് പറഞ്ഞു. അതായത് വളരെ കൃത്യമായി ഈ UDF SDPI ബന്ധം, അത്തരത്തിൽ SDPI പിന്തുണ UDFന് നൽകിയപ്പോൾ തന്നെ അത് വലിയ രീതിയിൽ ദേശീയ തലത്തിൽ ചർച്ചയായതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സാഹചര്യം കൊണ്ടുകൂടി അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒഴിവാക്കാമായിരുന്നു. ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് പ്രധാനമന്ത്രി എത്തില്ലായിരുന്നു ഈ ഘട്ടത്തിൽ. യഥാർത്ഥത്തിൽ അവിടെ നിങ്ങൾക്ക് വലിയ പാകപ്പിഴ വന്നില്ലേ SDPIയുടെ പിന്തുണ തേടിയതിൽ?
ഈ പ്രധാനമന്ത്രി മുസ്ലിം ലീഗിന്റെ കൊടി കാണിച്ചിട്ട് പറഞ്ഞത് പാകിസ്ഥാനിലെ പതാക കൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആ കൊടി ഒളിപ്പിച്ചു വെച്ചത്. ആ കൊടി ഒളിപ്പിച്ചു വെക്കാൻ നിർദ്ദേശം നൽകിയത്. ആ കൊടി ഒളിപ്പിച്ചു വെക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത് അതുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, അത് പറയട്ടെ. അത്ര നിലവാരമില്ലാത്ത സത്യവിരുദ്ധമായി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതിനെ അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ കഴിയൂ. അതിന് ആ രൂപത്തില് മുസ്ലിം ലീഗിന്റെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1905 രൂപം കൊണ്ട ആ മുസ്ലിം ലീഗിന്റെ ചിത്രം പാകിസ്ഥാന്റെ ചിത്രമാണോ? അവർ ദേശവിരുദ്ധരാണോ? ദേശദ്രോഹികളാണോ? തീവ്രവാദികളാണോ? പറയൂ നിങ്ങൾ. ഈ ചോദ്യം കോൺഗ്രസിന്റെ ഈ ചോദ്യം എന്തുകൊണ്ടാണ് വയനാട് തെരഞ്ഞെടുപ്പിന് മുൻപ്, ഇവിടുത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് ഉയർത്താതിരുന്നത്? ഇത് പാകിസ്ഥാന്റെ കൊടിയല്ല, ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കാണിക്കാതിരുന്നത്? ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടത്തിയ മൂന്ന് ദിവസങ്ങളിൽ റോഡ് ഷോ നടത്തിയ ഒരു ഘട്ടത്തിൽ പോലും മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ അടക്കം കൊടി ഒളിപ്പിച്ചു വെച്ച് റോഡ് ഷോ നടത്തിയവരാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് SDPIയുടെ പിന്തുണയെ കുറിച്ചാണ്. അന്ന് SDPI പിന്തുണയുമായി നിങ്ങളെ സമീപിച്ച ഘട്ടത്തിൽ അത് ഞങ്ങൾക്ക് ഈ പിന്തുണ വേണ്ട എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്നുണ്ടാകുമായിരുന്നു. ഏത് രൂപത്തിലാണ് പിണറായി വിജയൻ അവതരിപ്പിച്ചതെന്ന് അറിയാമല്ലോ. നീലിമ അത് വേണ്ട. അത് പിണറായി വിജയന്റെ മറ്റൊരു രാഷ്ട്രീയമാണ്. അത് കോൺഗ്രസ് മുക്ത കേരളം. അത് വേണ്ട. ആ ലക്ഷ്യം അങ്ങ് പിണറായി വിജയൻ അങ്ങ് വാങ്ങിയേച്ചാൽ മതി. അതിന് വെച്ചിട്ടുള്ള വെള്ളം വാങ്ങി വെച്ചാൽ മതി. SDPIയുടെ കാര്യത്തിൽ ആ ഒരു നിലപാട് കൂടി പറഞ്ഞു പോകൂ. അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങളുടെ വലിയൊരു നേതാവിനെതിരെ ഇത്ര വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ മത തീവ്രവാദ സംഘടനയുടെ പിന്തുണ അവിടെ ആർജിച്ചെടുത്തോ? ഞങ്ങൾക്ക് അങ്ങനെ ആരുടെയും പിന്തുണ ആർജിക്കാൻ നമ്മൾ പോകുന്നില്ല. ഇത് പൗരാവകാശത്തിൻ്റെ പ്രശ്നമാണ്. പൗരാവകാശത്തിൻ്റെ ഭാഗമായി RSSൽ വിശ്വസിക്കുന്നവർ ഈ തവണ UDF വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും, BJPക്കാർ വോട്ട് ചെയ്യും, മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇത്തവണ വോട്ട് ചെയ്യും. കാരണം കിരാതമായ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്നലെ കണ്ടില്ലേ മറ്റൊരു നേതാവ് ശത്രുഘ്നൻ സിൻഹ, മുൻ BJP മന്ത്രിയും MLAയും ഒക്കെ ആയിരുന്ന ആളല്ലേ? അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ അദ്ദേഹം വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ്. അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ മനസ്സുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും അത്തരത്തിൽ മനസ്സിൽ വിശ്വസിക്കുന്ന ആശയങ്ങളുമായി പോകുന്നവർ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ, വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, വിവിധ സാമൂഹിക സംഘടനാ ഭരണാധികാരികൾ, അവർക്കൊക്കെ അവരുടെ മനസ്സിൽ ഒരു നീതിബോധത്തോടു കൂടി ഒരു കാര്യം ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന ചിന്തയുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ BJP വിരുദ്ധരായി അവരെല്ലാം മാറിയിരിക്കുന്നു. BJPയെ ശത്രുവായി അവർ കാണുന്നു. ലോകം മുഴുവൻ കാണുന്നു. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ഷുക്കൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇനി VPP മുസ്തഫയിലേക്കാണ് CPI പ്രതിനിധി. ശ്രീ VPP മുസ്തഫ, ഇന്ന് ഈ പ്രധാനമന്ത്രി ഇന്ന് കർണാടകയിൽ നടത്തിയ പ്രസംഗം അങ്ങേയറ്റം വർഗീയത വിളമ്പുന്നതാണ്. അതായത് രണ്ടാം ഘട്ടത്തിൽ, ഒന്നാം ഘട്ടം മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പച്ചയായ വർഗീയത, അതായത് പ്രത്യേക ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പച്ചയായ വർഗീയത പറഞ്ഞു പോകുകയാണ് രാജ്യത്തെ പ്രധാനമന്ത്രി. ഇപ്പോൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന്, വയനാട് സീറ്റിൽ SDPIയുടെ പിന്തുണ UDF വാങ്ങിയതിനെക്കുറിച്ചാണ്, രാഹുൽ ഗാന്ധി വാങ്ങിയതിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി പ്രധാനമായും ആ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ ഈ മാനിഫെസ്റ്റോ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഈ വർഗീയ നിലപാടുകളിലേക്ക് വന്നാൽ, ഇങ്ങനെ ഈ വയനാട് സീറ്റ് വിജയിക്കാൻ വേണ്ടി ഒരു SDPIയുടെ പിന്തുണയൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ കോൺഗ്രസിന് വേണ്ടിയിരുന്നു ആ ഘട്ടത്തിൽ? അല്ല, അത് നമ്മൾ രണ്ട് കൂട്ടരെയും കൃത്യമായിട്ട് കാണണം.
ഒന്ന് RSSനെയും മറ്റൊന്ന് പുതിയ കാലത്തെ കോൺഗ്രസിനെയും. രണ്ടും രണ്ട് രീതിയിൽ തന്നെ വിലയിരുത്തി പോകേണ്ടതുണ്ട്. RSSൽ നിന്നും അതിന്റെ പ്രചാരകനായ നരേന്ദ്രമോദിയിൽ നിന്നും വേറെ എന്തെങ്കിലും നല്ല വർത്തമാനം ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം സ്ഥാപിതമായ കാലം തൊട്ട് RSSന്റെ നിലപാടെന്ന് പറയുന്നത് വർഗീയ വിദ്വേഷമാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്, വിഭജിക്കലിന്റെ രാഷ്ട്രീയമാണ്. അപ്പൊ അവര് വേറെന്തെങ്കിലും നല്ലത് ചെയ്തു കളയും. അവർക്കിപ്പോ ഭരണമൊക്കെ കിട്ടിയില്ലേ, ഭരണം കിട്ടിയതുകൊണ്ട് RSS പഴയ വിദ്വേഷ രാഷ്ട്രീയമൊക്കെ മടക്കി വച്ചേക്കും എന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വ്യാമോഹത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് RSSന്റെ നല്ല പ്രചാരകനാണ് ഞാൻ എന്ന് ഇടയ്ക്കിടെ അഭിമാനിക്കുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് ഇതുപോലെയുള്ള വിഷം അല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? 10 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ ആ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ട് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് പകരം 3ാം വട്ടം എനിക്ക് തരണം, പക്ഷെ അതിന് ഞാൻ വോട്ട് പിടിക്കുന്ന ഇതാ കണ്ടില്ലേ, ഇവിടെ മുസ്ലിങ്ങളുണ്ട്, ഈ മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ ശത്രുക്കൾ, ഈ ഹിന്ദുക്കളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് പഴയ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തന്നെ ഇപ്പോഴും തേടേണ്ടി വരുന്നത്. 80കളിൽ നിങ്ങളത് തേടി, 90കളിൽ നിങ്ങളത് തന്നെ കത്തിച്ചു. എന്തുകൊണ്ടാ? നിങ്ങളന്ന് അധികാരത്തിലൊന്നുമില്ല. അതുകൊണ്ട് RSSനെ എങ്ങനെയെങ്കിലും അന്നത്തെ കോൺഗ്രസിന്റെ പ്രഭാവത്തെയും സ്വാധീനത്തെയും ഒക്കെ കടന്നു കളഞ്ഞ് അന്ന് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പഴയ ജയപ്രകാശ് നാരായൺ മൂവ്മെന്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തെയൊക്കെ അതിജീവിച്ച് BJPക്ക് വരാൻ നിങ്ങൾ വർഗീയത്തിന്റെ വഴി തേടി. പക്ഷെ 10 വർഷം നിങ്ങൾ രാജ്യത്തിന്റെ അധികാരത്തിലിരുന്നില്ലേ? അങ്ങനെയെങ്കിലും 3ാം വട്ടത്തേക്ക് വരുമ്പോൾ പഴയ വർഗീയ വഴി വിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വരും എന്നാരെങ്കിലും സ്വപ്നം കണ്ടുപോയെങ്കിൽ അവർ തെറ്റി. കാരണം നിങ്ങളുടെ അടിത്തറ RSS ആണ്. ആ RSSന്റെ രൂപീകരണം തൊട്ട് നിങ്ങൾ ഈ വിദ്വേഷ രാഷ്ട്രീയമാണ് പറയുന്നത്, വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. നിങ്ങളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാരോ അവരെ കൊല്ലാൻ പോലും നിങ്ങൾക്കൊരു മടിയുമില്ല. സാക്ഷാൽ ഗാന്ധിജി പോലും കൊല്ലപ്പെട്ടത് ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഇരയായിട്ടല്ലേ. അതുകൊണ്ട് നരേന്ദ്രമോദിയിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതിലൊന്നും ഒരു കാര്യമില്ല. 2, എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഇപ്പോൾ കേരളത്തെ ചൂണ്ടിക്കാണിച്ച് പ്രസംഗിക്കാൻ അവസരമുണ്ടായി? നേരത്തെ തന്നെ കേരള വിരോധിയാണ് അദ്ദേഹം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും ആ രാജ്യത്തിലെ ഒരു സ്റ്റേറ്റ് ആയ കേരളത്തെ ശത്രുരാജ്യം പോലെയല്ലേ അദ്ദേഹം കാണുന്നത്. താൻ ഭരിക്കുന്ന രാജ്യത്ത് കേരളം പ്രയാസത്തിലാണ്, അത് സൊമാലിയ പോലെയാണ്. എന്നാൽ അതിനെ ആ സൊമാലിയയുടെ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഈ 10 വർഷം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് ഈ കേരളത്തിന് എന്തെങ്കിലും ആ സൊമാലിയ അവസ്ഥ മാറ്റാൻ സഹായം കൊടുത്തോ? നിങ്ങൾ വീണ്ടും ശ്വാസം മുട്ടിക്കാനല്ലേ ശ്രമിച്ചത്? എന്നിട്ട് കേരള സ്റ്റോറി ഇപ്പോഴാണോ പറയുന്നത്? കർണാടകത്തിൽ നേരത്തെയും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ പ്രസംഗം നീലിമയ്ക്ക് ഓർമ്മയില്ലേ? അന്ന് ഈ കേരള സ്റ്റോറിയെ പ്രശംസിച്ചിട്ട് നരേന്ദ്രമോദി പറഞ്ഞതെന്താ? കേരള സ്റ്റോറി സിനിമ കണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്ത അയൽ നാട്ടിലെ കാര്യമാണ്. ആ കേരളം പോലെ ആകാതിരിക്കാൻ കർണാടകം BJP വീണ്ടും വരണം, ഇതല്ലേ പ്രസംഗിച്ചത്. ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു അവസരം. അത് അന്ന് തന്നെ ഈ SDPI ബന്ധത്തെ പ്രിയപ്പെട്ട ഷുക്കൂർ ഇവിടുത്തെ മതനിരപേക്ഷവാദികൾ എതിർത്തതാണ്. നിങ്ങളത് ആ കെടിയിൽ വീഴരുത്. ഇപ്പൊ ഷുക്കൂർ പറയുന്നത് പോലെ ഒരു പൗരൻ അയാളുടെ വോട്ടവകാശം കോൺഗ്രസിന്റെ നയങ്ങളിൽ താല്പര്യം തോന്നി BJP വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഏത് പൗരനും, അത് RSSകാരനായാലും പിന്നെ മറ്റേത് പാർട്ടിക്കാരനായാലും നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ സംശയത്തിന്റെ നിഴലിലുള്ള RSSനെ പോലെ തന്നെ മറ്റൊരു വർഗീയ രാഷ്ട്രീയം പറയുന്ന SDPI നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു വൈമനസ്യവുമില്ലാതെ അത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ 3ാമത്തെ ദിവസമല്ലേ കേന്ദ്ര ദേശീയ തലത്തിൽ നിങ്ങൾക്കെതിരായിട്ട് ഈ വിഷയം വന്നപ്പോഴല്ലേ അറച്ചറച്ചിട്ടെങ്കിലും നിങ്ങൾ അതിനെ പിന്നെ വേണ്ട എന്നൊക്കെ പറയുന്ന പിന്നെ ഒരു സമീപനം. അപ്പോഴും പറയുന്ന SDPIയുടെ പ്രസ്ഥാന പിന്തുണ വേണ്ട, SDPIക്കാരുടെ വോട്ട് വേണം, ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥയുണ്ടായത്. അപ്പൊ അന്ന് SDPI ഇട്ട ആ ചൂണ്ടയിൽ കെണിയിൽ കൊത്താതിരിക്കാനുള്ള രാഷ്ട്രീയമായ ആർജവം നിങ്ങൾ കാണിക്കണമായിരുന്നു. അത് നിങ്ങൾ കാണിച്ചില്ല. അങ്ങനെയൊക്കെ കാണിച്ച പാരമ്പര്യം കേരളത്തിലില്ലേ? തലശ്ശേരിയിലെ വർഗീയ കലാപം RSS കേരളത്തിൽ പ്ലാൻ ചെയ്ത ആദ്യത്തെ ടാർഗറ്റ് പദ്ധതിയായിരുന്നു. അന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്താ CPIM എടുത്ത നിലപാട്? EMS അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചില്ലേ, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മതനിരപേക്ഷത മുൻനിർത്തി ഈ RSSന്റെ ഫാഷിസത്തിനെതിരെ പൊരുതുമ്പോൾ
SDPI പോലെയുള്ള ഒരു വർഗീയ കക്ഷിയുടെ പിന്തുണ അവർ പ്രഖ്യാപിച്ചാൽ പോലും വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? അതിലുള്ള ജാഗ്രത കുറവ്, അതിൽ നിങ്ങൾ കാണിച്ച 4 വോട്ടിന് വേണ്ടി നിങ്ങൾ കാണിച്ചിട്ടുള്ള തെറ്റായ സമീപനം ഇന്ന് പ്രധാനമന്ത്രിക്ക് വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം രാജസ്ഥാനിൽ നടത്തിയ പ്രസ്താവന, അദ്ദേഹം ആസാമിൽ നടത്തിയ പ്രസ്താവന, അദ്ദേഹം ജമ്മു കാശ്മീരിൽ നടത്തിയ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതല്ല, വെറും RSS പ്രചാരകനായ നരേന്ദ്രമോദിയുടേതാണ്. അങ്ങേയറ്റം ബീഭത്സമായ വെറുപ്പിന്റെ രാഷ്ട്രീയമാണത്. തന്റെ ഭരണ നേട്ടം പറഞ്ഞ് വോട്ട് പിടിക്കാനില്ലാതെ വരുമ്പോൾ കാണിക്കുന്ന അങ്ങേയറ്റം അധമമായ രാഷ്ട്രീയ വഴിയാണ്. ഇത് രണ്ടിനെയും ആ 2 വഴിയിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ ശരിയായ നിലയിൽ രാഷ്ട്രീയ വിശകലനം നടത്തേണ്ടതുണ്ട്. നീലിമ, ശ്രീ എ ഷുക്കൂർ, ഇപ്പോൾ VPP മുസ്തഫ പറഞ്ഞതിന് മറുപടി പറയാം. ഈ ചൂണ്ടയിൽ നിങ്ങൾ കൊത്താതിരുന്നെങ്കിൽ ഈ വലിയ വിമർശനം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നോ? മുസ്ലിം ലീഗിന്റെ കൊടിയുടെ കാര്യത്തിൽ കാണിച്ച ജാഗ്രത SDPIയുടെ പിന്തുണ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ ഈ വിമർശനം ഉണ്ടാകുമായിരുന്നോ? ഞാൻ ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രധാന വിഷയത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് വ്യതിചലിക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഞങ്ങളുടെ നിലപാട് വ്യക്തവുമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നരേന്ദ്രമോദിയുടെ അത്തരത്തിലുള്ള ഏത് കുൽസിത മാർഗത്തെ തകർക്കാൻ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ CPMുമായിട്ട് പോരടിക്കുമ്പോഴും കേരളത്തിന് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും CPMന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഞങ്ങളും എല്ലാം പോകുന്നത്. ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണം, ഈ കിരാത ഭരണം, ഈ വർഗീയത വിദ്വേഷം കൊണ്ട് വളർത്തുന്ന ഭരണം അവസാനിപ്പിക്കപ്പെടണം. അതിന് കോൺഗ്രസിന് BJPയുടെ വോട്ട് കിട്ടിയാലും വാങ്ങും, CPMന്റെ വോട്ട് കിട്ടിയാലും വാങ്ങും, അത് മറ്റു രൂപത്തിലുള്ള ഏത് സംഘടനകളുടെ സാമൂഹിക സംഘടനകളുടെ വോട്ട് കിട്ടിയാലും വാങ്ങും. എന്നാൽ കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ UDF മുന്നണി സംവിധാനം ശക്തമാണ്. ആ സംവിധാനത്തിലുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഏത് രൂപത്തിൽ ഞങ്ങളുടെ ഘടകകക്ഷികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ എല്ലാ കാലത്തും വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു തരത്തിലുള്ള അത് EP ജയരാജൻ്റെ ഇപ്പോഴത്തെ നിലപാട് പോലല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെയും നിലപാട് വ്യക്തമാണ്. പിന്നെ VP മുസ്തഫ പറയുന്നത് കേട്ടാൽ തോന്നും തലശ്ശേരി കലാപത്തിന് ശേഷം RSSുമായിട്ട് ഒരു ബന്ധവും CPM ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. 977 ബന്ധം നമ്മളാരും മറന്നിട്ടില്ല. 977 പിണറായി വിജയൻ മത്സരിച്ചതും ആരുടെ പിന്തുണയാണ്, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ മറന്നിട്ടില്ല. 989 VP സിംഗിന്റെ ഗവൺമെന്റിനെ ഇപ്പൊ 2024 എത്തി നിൽക്കുകയല്ലേ ശ്രീ ഷുക്കൂർ? ഈ 2024 വലിയൊരു രാജ്യനിർണായകമായ തെരഞ്ഞെടുപ്പിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇവിടെ ഉയർന്നു വരുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഇവിടെ ഞങ്ങൾ കോൺഗ്രസ് ഒരു സംസ്ഥാന വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ തെരഞ്ഞെടുപ്പ്, ദേശീയ വീക്ഷണത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ദൗർഭാഗ്യവശാൽ കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നുണ്ട്, സംശയം വേണ്ട. കോൺഗ്രസ് എന്ന പാർട്ടിയെ പ്രധാനമന്ത്രി അവഹേളിക്കുന്നത് വർഗീയമായാണ് എന്ന് പറഞ്ഞു വരുന്നത് ആ ദേശീയ വീക്ഷണം പുലർത്തുന്നത് കൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത്. പ്രധാനമന്ത്രി അവഹേളിക്കുന്നത് അല്ല അതിലേക്ക് തന്നെയാണ് വരുന്നത്. പ്രധാനമന്ത്രിയെ എതിർക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് പോകുന്ന, പ്രതിപക്ഷത്തെ ഭിന്നിച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചു. അത് വിജയം കാണുമ്പോഴാണ് പ്രധാനമന്ത്രി പ്ലേറ്റ് മാറ്റുന്നത്. അതിന് അവിടെ നിന്ന് വേറൊരു പ്ലേറ്റ് മാറ്റി കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞു. സത്യാവസ്ഥ പറഞ്ഞാൽ മതി. VP മുസ്തഫ, ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥ വസ്തുതയിലേക്ക് ഇന്ന് വന്നു, അത് മാറ്റി. പക്ഷെ ഇപ്പോഴും VP മുസ്തഫ കോൺഗ്രസിനെ ആക്രമിക്കാൻ നോക്കുകയാണ്. അത് വേണ്ട, അവിടെ നിൽക്കട്ടെ. അത് കോൺഗ്രസിനെ ആക്രമിച്ചാൽ ഞാൻ മറുപടി പറയും, അത് ക്രൂരമായി പോകും. അത് എന്താ പറയുക,
അതിനൊക്കെ മറുപടി പറയാനുള്ള ത്രാണി VPP മുസ്തഫയ്ക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് BJP എതിർക്കാനൊക്കെ വലിയ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ സൂററ്റിൽ ഫ്രീ ആയി ഒരു MP സംഭാവന ചെയ്തു BJP. സൂററ്റിൽ ഫ്രീ ആയ ഒരു MP സംഭാവന ചെയ്തു. ഇന്ന് ആ കോൺഗ്രസിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ആൾ പറഞ്ഞിട്ടുണ്ട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. ശ്രീ ശുക്കൂർ, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം സൂററ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളപ്പെട്ട സാഹചര്യം അങ്ങേക്ക് അറിയാമല്ലോ. ശ്രീ ശുക്കൂർ, ഗവൺമെന്റിനെയാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വർഗീയ രാഷ്ട്രീയത്തെയാണ്, നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തെയാണ്, നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്ത ദുരിതപൂർണമായ ആ ജീവൽ പ്രശ്നങ്ങളെ അടങ്ങിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വ്യക്തമായ ജനാധിപത്യമുണ്ട്, വ്യക്തമായ മതേതരത്വമുണ്ട്. അല്ല അത് ആ തരത്തിലേക്കല്ല ഇവിടെ വിഷയം. പ്രധാനമന്ത്രിയും അമിത്ഷായും യോഗി ആദിത്യനാഥും നടത്തുന്ന വർഗീയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ BJPക്ക് പ്രയാസമുണ്ടാക്കുന്നു, പരാജയം മണക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു മറ്റൊരു രൂപത്തിലുള്ള പ്രചരണത്തിലേക്ക് പോകുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ല. കള്ളപ്രചരണം, നുണപ്രചരണം, ഞങ്ങളുടെ നയസമീപനത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഹീനമായ നിഗൂഢമായ ഈ പ്രവർത്തനം ശരിയല്ല. ശരി, താങ്കൾ തുടക്കം മുതൽ അത് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനും നടപടി ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ചർച്ചയ്ക്ക് വരാം. താങ്കൾ ഞാൻ ഈ പറയുന്ന ചോദ്യത്തിലേക്ക് താങ്കൾ വഴുതി മാറുകയാണ് വളരെ കൃത്യമായി. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. സൂററ്റിൽ നടന്നത് അറിയാമല്ലോ അല്ലേ? സൂററ്റിൽ ഫ്രീ ആയി ഒരു ലോക്സഭാ അംഗത്തെ സംഭാവന ചെയ്തു കൊടുത്തില്ലേ BJPക്ക്? ഇന്ന് അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച നിലേഷ് കുംഭാനിയുടെ ഒരു പ്രസ്താവന AICCയുടെ കോൺഗ്രസിന്റെ ഒരു സഹായവും പത്രികാ സമർപ്പണത്തിന് ഉണ്ടായില്ല. നടപടിയെടുത്തു. ആ നടപടിയെടുത്ത സാഹചര്യത്തിലേക്ക് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ ചതിയും വഞ്ചനയും നടത്തുന്ന കോൺഗ്രസിനെ വിറ്റു തൊലക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, കുതിരക്കച്ചവടത്തിന് നേതൃത്വം നടത്തുന്നതിനെ ചവിട്ടി പുറത്താക്കി ഈ പാർട്ടിയിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ് CPM. പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നിങ്ങൾ അങ്ങനെ കോൺഗ്രസിനെ ഇപ്പോഴും ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇതേ ചോദ്യവുമായി തന്നെ ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ BJP പ്രതിനിധി P. കൃഷ്ണദാസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ഒരു പ്രത്യേക മത ന്യൂനപക്ഷത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലൊരു പ്രസ്താവനയൊക്കെയായി വർഗീയ പരാമർശങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുസ്ലിം മോർച്ചയുടെ BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് ഉസ്മാൻ ഖനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ടായി. അതെന്താണെന്നറിയാമോ? രാജസ്ഥാനിൽ ഇത്തരത്തിൽ ഈ പാർട്ടിയിൽ നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ പാർട്ടിക്ക് ആകുന്നില്ല. അതായത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് മുസ്ലിങ്ങളുടെ അടുത്തേക്ക്, ആ ജനവിഭാഗത്തിൻ്റെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു പോകുമ്പോൾ പ്രധാനമന്ത്രി ആ വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടുത്തെ ജനവിഭാഗം ഈ നേതാക്കളോട് പ്രതികരിക്കുന്നത്. ഇതിൽ മനം മടുത്ത്
പ്രധാനമന്ത്രിക്ക് കത്തയക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതിനെ വിമർശിക്കുന്ന ഒരു സമീപനം ഉസ്മാൻ ഖനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ ഉസ്മാൻ ഖനിയുടെ വാക്കുകൾ വിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, രാജസ്ഥാൻ പോലീസ് വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ടായി. അതായത് നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്ന ഈ വിഭാഗത്തെ പോലും വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ശ്രീ കൃഷ്ണദാസ്, ബി ജെ പിക്കെതിരായി നിരന്തരമായി LDFിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരും UDFിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരും നമ്മുടെ ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിൻ്റെ UDFിൻ്റെ എല്ലാം പ്രതിനിധികളുമെല്ലാം തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ BJPയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അവർക്കെതിരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുകയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റൊന്നുമില്ല, അത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, അവർക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, അതെല്ലാം തുടരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന സാഹചര്യമാണ് എല്ലാ മേഖലകളിലുമുള്ളത്. അത് എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും BJPക്കെതിരെ എത്രയോ വ്യാജ പ്രചരണങ്ങൾ നടത്തിയ സമയത്തും BJP ജയിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഈ തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾക്ക് ഒരു പരിധിയുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ നേരത്തെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എത്രയോ പ്രചരണങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി ജനങ്ങൾ വോട്ട് ചെയ്തു, കൂടുതൽ സീറ്റുകൾ നൽകി. ഇപ്പോൾ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നീലിമ എന്നോട് ചോദിച്ചത് രാജസ്ഥാനിലെ ഒരു ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണല്ലോ. കേരളത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് ഒരു മുൻ MLA BJPയിലേക്ക് വന്നു. അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്, ആരാണ് വന്നത്, നീലിമക്കറിയാമല്ലോ. ഇനി ഈ അടുത്ത സമയത്ത് കേരളത്തിൽ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ വന്നു. നേതാക്കന്മാരുടെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വന്നു, നേരത്തെയും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അവരെല്ലാവരും വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളിൽ നിന്നും പെട്ടിട്ടുള്ള ആളുകൾ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവർ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് പോന്നിരിക്കുന്നു, LDFിനെ ഉപേക്ഷിച്ച് പോന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ എനിക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിങ്ങൾ കാണുന്ന മതസമൂഹത്തിൻ്റെയും ജാതി സമൂഹത്തിൻ്റെയും എല്ലാം വ്യത്യസ്തതകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ്. ഞാൻ ഒരു ഡസൻ പേരുകൾ നിങ്ങളോട് പറയാം, വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ BJPയിലേക്ക് വന്നിട്ടുള്ളത്? എന്തുകൊണ്ട് ഇടതുപക്ഷത്തു നിന്ന് ആളുകൾ കോൺഗ്രസ്സിലേക്ക് പോയില്ല? എന്തുകൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് ആളുകൾ ഇടതുപക്ഷത്തേക്ക് പോയില്ല? അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ സ്വാഭാവികമായും BJP അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, BJP അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന പാർട്ടിയാണ് എന്ന് അവർ തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായി ഇടപെടാൻ കഴിയുന്ന പാർട്ടിയാണ് BJP എന്ന് തിരിച്ചറിയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവിടെ നിതീഷ് കുമാർ വലിയ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന നിതീഷ് കുമാറിന് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിതീഷ് കുമാറിൻ്റെ പാർട്ടിയൊക്കെ വളരെ കൃത്യമായി അവിടെ ജയിച്ചു പോന്നത് അവിടുത്തെ മതന്യൂനപക്ഷത്തിൻ്റെ ഒരു പിന്തുണയോടുകൂടി തന്നെയാണ്. വലിയ പിന്തുണ നിതീഷ് കുമാറിന് നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഇത്രയും മോശമായി ഒരു വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്തിന് ഈ നിതീഷ് കുമാറിനെ അല്ലെങ്കിൽ NDA പിന്തുണയ്ക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ അഭിമുഖീകരിക്കും? നീലിമ, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താങ്കൾ എന്നോട് ചോദിച്ച ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ബീഹാറിലെ ഏറ്റവും വലിയ കക്ഷി BJP ആണെന്ന്. BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉള്ളത്. ജനതാദൾ അടക്കമുള്ള കക്ഷികൾ BJP നൽകിയിട്ടുള്ള, അവർക്ക് കൊടുത്തിട്ടുള്ള പ്രാമുഖ്യവും അവർക്ക് കൊടുത്തിട്ടുള്ള അവസരങ്ങളും അതിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്ന ആളുകളാണ്. അത് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള ഘടകകക്ഷികൾ BJPക്കുണ്ട്. അവർക്കെല്ലാം അവരുടെ അർഹമായിട്ടുള്ള പ്രാധാന്യവും അവർക്ക് അർഹമായിട്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം BJP കൊടുക്കുന്നത് ഞങ്ങളൊരു മടിയും കാണിച്ചിട്ടില്ലെന്നേ. ഇപ്പോൾ കാശ്മീരിൽ PDP ഞങ്ങളോടൊപ്പം ചേർന്ന് മത്സരിച്ചിട്ടില്ലേ? PDP ഞങ്ങളോടൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പോൾ ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മുസ്തഫയാണെങ്കിലും ശ്രീ ഷുക്കൂർ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ വന്നിട്ടുള്ള ചില പേരുകൾ മാത്രം സൂചിപ്പിക്കാം. ശ്രീ അബ്ദുള്ളക്കുട്ടി ഏത് പാർട്ടിയിലേക്കാണ് വന്നത്?
ശ്രീ അനിൽ കെ ആൻ്റണി ഏത് പാർട്ടിയിലേക്കാണ് വന്നത്? ശ്രീ അൽഫോൺസ് കണ്ണന്താനം ഏത് പാർട്ടിയിലേക്കാണ് വന്നത്? അപ്പോൾ ഞാൻ ചില പേരുകൾ സൂചിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഗോവ ഞങ്ങൾ ഭരിക്കുന്നു. ആരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഗോവ ഭരിക്കുന്നത്? ഗോവയിലെ ഏറ്റവും വലിയ കക്ഷികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ടുള്ള സമുദായങ്ങളും സംവിധാനങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും BJP ശക്തമായിട്ടുള്ള നിലപാടോടുകൂടി രാഷ്ട്രീയം ഞങ്ങളുടെ നിലപാടുകൾ സൂചിപ്പിക്കുകയും ഞങ്ങൾ ഭരിക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളെക്കുറിച്ച് പോലും നിങ്ങൾ അപവാദങ്ങൾ പറയുകയും അവർ BJPയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് കള്ളപ്രചരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോഴും അരുണാചൽ പ്രദേശിൽ എതിരില്ലാതെ താങ്കൾ നേരത്തെ സുഹൃത്തിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ BJPക്കെതിരെ മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല കോൺഗ്രസ്സിന്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് കാലാകാലങ്ങളായി കഴിഞ്ഞ 60 വർഷക്കാലത്തിലേറെയായി നടത്തുന്ന ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകളും ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടുകളും സമുദായങ്ങളെയും സമൂഹങ്ങളെയും രാഷ്ട്രീയപരമായി വോട്ടിന് വേണ്ടി നടത്തുന്ന തട്ടിപ്പും അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. നീലിമ, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇപ്പോൾ ശ്രീ മുസ്തഫ സൂചിപ്പിക്കുകയാണ്, BJPക്കെതിരെ വലിയ തരത്തിൽ ജനങ്ങളുടെ രോഷമുണ്ട്. ഈ തരത്തിലുള്ള ഇതെല്ലാം ശക്തമായി നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളാണല്ലോ പശ്ചിമ ബംഗാളും ത്രിപുരയും. എവിടെ പോയി? എത്രയോ കാലമായി പശ്ചിമ ബംഗാളും ത്രിപുരയും കയ്യിൽ നിന്ന് പോയിട്ട് ഇടതുപക്ഷത്തിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് അതെല്ലാം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്? അങ്ങനെ വലിയ ശക്തിയുള്ള BJPക്കെതിരെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചരണങ്ങൾ നടത്തുമ്പോഴും അവിടുത്തെ ജനസമൂഹങ്ങൾ BJP അംഗീകരിക്കുന്നില്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ വരാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കി കാണാമല്ലോ. കഴിഞ്ഞ ആ സംസ്ഥാനങ്ങളുണ്ടാകുന്നു വലിയ രീതിയിൽ അടിപതറാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അവിടുത്തെ പോളിംഗ് പെർസെന്റേജ് എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ VP മുസ്തഫ, ഇവിടെ കോൺഗ്രസ് BJPയെ സഹായിക്കുന്ന ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ VP മുസ്തഫ, ഇവിടെ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് BJPയെ സഹായിക്കുന്ന ഒരു നിലപാടെടുക്കുകയാണ്. മാത്രവുമല്ല, ഈ ഹിന്ദുത്വ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നേതൃത്വം പെരുമാറുന്ന അവസ്ഥയുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഈ സൂററ്റ് ഞാൻ ഷുക്കൂറിനോട് പലവട്ടം ചോദിച്ചതാണ്. ഷുക്കൂറിന് അക്കാര്യത്തിൽ മറുപടിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യത്തിനൊന്നും പിടിതരാത്തത്. ഒരു പക്ഷേ നിലേഷ് കുംഭാനി പത്രികാ സമർപ്പണത്തിന് നേതൃത്വത്തിന്റെ ഒരു സഹായം തേടി, പക്ഷേ ഒരു തരത്തിലുള്ള സഹായവും നേതൃത്വം നൽകിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. കൃത്യസമയത്ത് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് പത്രിക സമർപ്പിക്കുന്നതിന് ഒരു സഹായം ചെയ്തില്ല. അതുകൊണ്ട് പത്രിക തള്ളിപ്പോയി. BJPയുടെ ആൾ അവിടെ MP ആവുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നോക്കൂ, ഈ വയനാടിൻ്റെ തൊട്ടുപുറകെ അയോധ്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്നൊക്കെ ദേശീയ തലത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് ഈ അതിതീവ്രമായ ഈ ഹിന്ദുത്വയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി, മൃദു ഹിന്ദുത്വമല്ല, അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഉള്ള സമീപനങ്ങൾ കോൺഗ്രസ് കൂടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ എത്തുകയാണ്. VP മുസ്തഫ, അത് തന്നെയാണ് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞു വന്ന വിഷയം. കാരണം ഇവിടെ RSSും BJPയും അവരുടെ രൂപീകരണ കാലം തൊട്ട് സ്വീകരിച്ചിട്ടുള്ളത് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വിഭജിക്കലിന്റെ രാഷ്ട്രീയമാണ്. അതിനെ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച് ശക്തമായി പ്രതിരോധിക്കുന്നതിനു പകരം ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 10-30 വർഷമായി കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന സമീപനം മൃദുവർഗീയതയുടേതാണ്. തീവ്രവർഗീയതയെ മൃദുവർഗീയത കൊണ്ട് സ്വീകരിക്കാം എന്നുള്ള സമീപനം എടുത്തപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് യാതൊരു തടസ്സവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ ഈ പറഞ്ഞ സൂറത്തും അരുണാചലും ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത്. നിങ്ങൾ കാണേണ്ടത് എന്താ? ഇവിടെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി ശ്രീ കൃഷ്ണദാസ് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവരുടെ കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി എന്ത് നുണയും പറയും. ആദ്യം തുടങ്ങി എങ്ങനെയാ? മാധ്യമങ്ങൾ മോഡിക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിലേറെ കാലമായിട്ട് നമ്മൾ കാണുന്നത് എന്താ? ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഗോധി മീഡിയയായി മാറിയിരിക്കുകയല്ലേ? യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ അധികാര സ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തുന്ന പ്രലോഭനങ്ങൾ, വിലക്കെടുക്കൽ, ഭീഷണിപ്പെടുത്തൽ, സമ്മർദ്ദങ്ങൾ, ഇതിനെല്ലാം വിധേയമായിട്ട് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മോഡിയെ വാഴ്ത്തിപ്പാടുന്ന ഗോധി മീഡിയയായി മാറിയിരിക്കുന്നു. എന്നിട്ട് പറയാണ് ആ മീഡിയയൊക്കെ മോഡിയെ വിമർശിക്കുകയാണെന്ന്. അല്ല,
ഇതുപോലെയുള്ള അപൂർവം ചിലയിടത്ത് മാത്രമേ ഇപ്പോൾ മോഡി വിമർശനം നടക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ മോഡി സ്ഥിതിക്ക് അതിനുവേണ്ടി എന്തും പറയും, ഏത് തരത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഉന്നയിക്കും. ഇന്നലെ പോലും ഈ അർണബ് ഗോസ്വാമിയൊക്കെ ചില സംഭവങ്ങളിൽ എടുത്തപാടെ എന്തൊക്കെ കള്ളപ്രചരണമാണ് നടത്തുന്നത് നമ്മൾ കാണുകയില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല, അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട തീം എന്നുള്ളതുകൊണ്ട്. അതപ്പോ RSS ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തു നിന്ന് ആളുകൾ BJP-യിലേക്ക് പോയി. അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിലേക്കാണ് പോയത്, CPM-ൽ നിന്ന് കോൺഗ്രസിലേക്കാണ് പോയത്. കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം നിങ്ങളുടെ പാളയത്തിലേക്ക് എത്തിയത്. അതാണ് വസ്തുത. അപ്പൊ അതങ്ങനെ തന്നെ പറയണം. അൽഫോൺസ് കണ്ണന്താനം CPM-ന്റെ മെമ്പറോ CPM സഹയാത്രികനോ ആയിരുന്നില്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം ഇടതുപക്ഷവുമായി കൈകോർത്തു. അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. കാഞ്ഞിരപ്പള്ളിയിൽ സ്വതന്ത്ര MLA ആയിരുന്നു. ഇടതുപക്ഷം അവിടെ നേരത്തെ ഇടതുപക്ഷം അങ്ങനെ ജയിച്ചു വന്നിട്ടില്ലാത്ത സ്വാധീനം കുറഞ്ഞൊരു മേഖലയായതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് പിന്തുണ കൊടുത്തു. അന്ന് അദ്ദേഹം മോഡിയുടെ വാഴ്ത്തുപാട്ടുകാരനായിരുന്നില്ല. പിന്നീട് BJP-ക്ക് 2014 അധികാരം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം എന്തോ അധികാര സ്ഥാനങ്ങളിലെ ഭ്രമമോ മൂറ്റം മൂലം അങ്ങോട്ട് പോയത്. അല്ലാതെ ഒരു ഇടതുപക്ഷക്കാരനായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നയാളല്ല. അങ്ങനെയുള്ള ആളുകളെ ഇടതുപക്ഷം പിന്തുണച്ചിട്ടില്ലേ? 1957 ഗവൺമെന്റ് തൊട്ട് ഡോക്ടർ AR മേനോൻ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിലെ മന്ത്രിയാ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനോ ഇടതുപക്ഷ സഹയാത്രികനോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിൽ മന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മുണ്ടശ്ശേരി മാഷ്, ജോസഫ് മുണ്ടശ്ശേരി കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരകനായിരുന്നില്ലേ? അദ്ദേഹം കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനെതിരായിട്ട് നിന്ന സാഹിത്യ വിഭാഗത്തിന്റെ പ്രചാരണത്തിന്റെ തലവനായിരുന്നില്ലേ? പക്ഷെ 57 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ ഇടതുപക്ഷം പിന്തുണയ്ക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയ്ക്കുകയും അദ്ദേഹം ജയിച്ചു വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ ഇരിക്കുകയും ചെയ്തിട്ടില്ലേ? അതുപോലെ ഒന്നായിരുന്നു കണ്ണന്താനം. അല്ലാതെ അദ്ദേഹം കറതീർന്ന ഇടതുപക്ഷക്കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ആയിരുന്നില്ല. എന്നാൽ അബ്ദുള്ളക്കുട്ടി ഇടതുപക്ഷ CPM-ൽ ഉണ്ടായിരുന്നയാളാണ്. പക്ഷെ അദ്ദേഹം കോൺഗ്രസിലേക്കാണ് പോയത്. കോൺഗ്രസിൽ നിന്ന് നിങ്ങളുടെ കൂടെ വരുന്നത് പോലെ, കാരണം കോൺഗ്രസിന്റെ ഈ മൃദുവർഗീയ സമീപനം സ്വീകരിച്ചപ്പോൾ പലരും നിങ്ങളുടെ പാളയത്തിലെത്തി. എല്ലാവരും നിങ്ങളുടെ ആദർശത്തിൽ വല്ലാതെ ആകൃഷ്ടരായിട്ടൊന്നുമല്ല, നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കുകയല്ലേ ചെയ്തത്. കർണാടകത്തിൽ എങ്ങനെയാണ് 2018 നിങ്ങൾ അട്ടിമറി നടത്തിയത്? മധ്യപ്രദേശിൽ എങ്ങനെയാണ് നിങ്ങൾ അട്ടിമറി നടത്തിയത്? നിങ്ങൾ നേരത്തെ ഗോവയെ പരാമർശിച്ചു. ഗോവയിൽ എങ്ങനെയാ അവിടുത്തെ ജനവിധിയെ അട്ടിമറിച്ചിട്ട് കോൺഗ്രസ് ഭൂരിപക്ഷം ഒറ്റകക്ഷിയായിരുന്നില്ലേ? അതിനെ അട്ടിമറിച്ചിട്ട് നിങ്ങൾ അധികാരത്തിൽ വന്നത്? അതൊക്കെ ജനാധിപത്യത്തിലൂടെയായിരുന്നോ? അതൊക്കെ ജനങ്ങൾ വിധി എഴുതിയിട്ടാണോ? താങ്കൾ പേർത്തും പറയുകയുണ്ടായി, ജനങ്ങൾ തെരഞ്ഞെടുത്തു, ജനങ്ങൾ പിന്തുണച്ചു. ഇവിടെയൊക്കെ നിങ്ങൾ അധികാരത്തിൽ, പോണ്ടിച്ചേരിയിൽ നിങ്ങൾ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? അവിടെയൊക്കെ ജനങ്ങൾ വിധി എഴുതിയിട്ടാണോ നിങ്ങൾ അധികാരത്തിൽ വന്നത്? നിങ്ങൾ പണം ഉപയോഗിച്ചും പ്രലോഭനം നടത്തിയും ആളുകളെ പേടിപ്പിച്ചും. ഇപ്പൊ മഹാരാഷ്ട്രയിൽ എങ്ങനെയാ? അവിടത്തെ നിങ്ങളുടെ കൂടെ വന്ന കോൺഗ്രസിന്റെ നേതാക്കൾ കരഞ്ഞു പറഞ്ഞില്ലേ, രക്ഷയില്ല, ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഇങ്ങനെയല്ലേ നിങ്ങളുടെ കൂടെ വന്നത്, അല്ലാതെ ജനങ്ങൾ പിന്തുണച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് ജനപിന്തുണയെ കുറിച്ചൊന്നും പറയല്ലേ. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അധികാരം ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കൃത്രിമമായ സ്വാധീനം. ആ സ്വാധീനം ദീർഘകാലം നിൽക്കില്ല. അത് അധികാരത്തിന്റെ ഒരു ഘട്ടം വരെ നിലനിർത്താൻ കഴിയുള്ളൂ. ജനങ്ങളുടെ പൾസ് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ആദ്യ റൗണ്ടിൽ എടുത്ത പ്രചരണ രീതിയല്ലല്ലോ നരേന്ദ്രമോദിയും BJP-യും ഈ 2ാം റൗണ്ട് കഴിയുമ്പോഴേക്ക് എടുക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിതീവ്ര വർഗീയ പ്രചരണത്തിലേക്ക് ഇങ്ങനെ കുത്തനെ പോകുന്ന അവസ്ഥയുണ്ടായത്? നിങ്ങൾ അങ്ങനെ പോകുന്നത് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണൊഴുകുന്നു നിങ്ങൾക്ക്. കാരണം പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും മറ്റുമെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ രാജ്യത്തെ പൾസ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. അതുകൊണ്ട് ആദ്യ റൗണ്ടിലേതുപോലെയുള്ള ഒരു പതിന്റെ പ്രചരണം കൊണ്ട് കാര്യമില്ല. തീവ്ര വർഗീയതയിലേക്ക് ആദ്യം ഇങ്ങനെ ഈ രാമക്ഷേത്രത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെറുതായിട്ടേ നിങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ. ഈ തീവ്രമായ ഹിന്ദു മുസ്ലിം വർഗീയതയിലേക്ക് അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് പ്രധാനമന്ത്രിയുടെയും നിങ്ങളുടെ നേതാക്കളുടെയും പ്രസംഗങ്ങൾ, അത് പ്രധാനമന്ത്രിയിൽ നിന്നില്ലല്ലോ. ഇന്നലെ ഹിമാചൽ പ്രദേശിൽ അനുരാഗ് ഠാക്കൂർ കേന്ദ്രമന്ത്രി അങ്ങനെയല്ലേ? ആരാ അനുരാഗ് ഠാക്കൂർ? ഡൽഹിയിലെ കലാപവേളയിൽ കുപ്രസിദ്ധമായ പ്രയോഗങ്ങൾ നടത്തിയയാളല്ലേ? സുപ്രീം കോടതി പലവട്ടം നേടിയിട്ടുള്ളയാളല്ലേ? അപ്പൊ ഇങ്ങനെ തീവ്രമായ വർഗീയതയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടുത്ത ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണോ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി? നിങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് കളവല്ലേ പറയുന്നത്? മുസ്ലിങ്ങളുടെ സ്വത്തൊക്കെ അവരുടെ സ്ത്രീകളുടെ, ഹിന്ദു സ്ത്രീകളുടെ താലിമാല പോലും ഇവിടെ കട്ടെടുക്കും, തട്ടിപ്പറിച്ചെടുക്കും എന്ന് പറയുന്നത് ശരിയാണോ?
ആർട്ടിക്കിൾ 91F നമ്മുടെ നാട്ടിലില്ലേ? ആർട്ടിക്കിൾ 44 നമ്മുടെ നാട്ടിലില്ലേ? ഇതൊക്കെയുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ഇനി കോൺഗ്രസ് അല്ല ആര് വിചാരിച്ചാലും നടക്കുവോ? അങ്ങനെയൊക്കെ ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്ത് തട്ടിയെടുത്തിട്ട് മറ്റൊരു വിഭാഗത്തിന് കൊടുക്കാൻ ഇത് നടക്കില്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകൾ ഇമാതിരി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു? ഈ വ്യാജ പ്രചരണങ്ങളെയും ഒരു മിനിറ്റ് കൂടി നീലിമ, ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. കാര്യം കൂടി, ഇങ്ങനെയുള്ള പ്രചരണങ്ങളെ ചെറുക്കാൻ കോൺഗ്രസിന്, ഒറ്റ മിനിറ്റ് ഞാൻ നിർത്താം, കോൺഗ്രസിന് കഴിയുന്നില്ല. അതാണ് ഷുക്കൂർ നിങ്ങളോട് പറയുന്നത്. ഷുക്കൂർ, അല്ലാതെ കോൺഗ്രസിനെ ആക്രമിക്കുകയല്ല. നിങ്ങൾ എടുക്കേണ്ട ശക്തമായ നിലപാട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ മൃദുവർഗീയ സമീപനത്തിലേക്ക് പോകുമ്പോഴുള്ള നിങ്ങളുടെ ദുർബലതയാണ്. അതിനെ വിമർശിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ശക്തമായിട്ട് ഇന്ത്യ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ശക്തമായ നിലപാടെടുക്കാൻ കഴിയാത്തതിന്റെ നിങ്ങളുടെ വീക്ക്നെസ്സിനെ, നിങ്ങളുടെ ദൗർബല്യത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഷുക്കൂറിലേക്കാണ് പോകുന്നത്. ശ്രീ ഷുക്കൂർ, ഇത്തരത്തിൽ BJP ഉയർത്തിവിടുന്ന അതിതീവ്ര വർഗീയതയെ അതേ ആയുധം കൊണ്ട് നേരിടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ ഏപ്രിൽ 26 കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം കൃത്യമായും ഇവിടെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ പറയുന്നൊരു കാര്യമുണ്ടായി. ഏപ്രിൽ 26 ശേഷം വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമെല്ലാം അയോധ്യ സന്ദർശിക്കും എന്ന് പറഞ്ഞു. മറ്റൊന്ന്, വയനാട് മണ്ഡലത്തെ അനാഥമാക്കുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോവുകയാണ്, റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോവുകയാണ്. ഇതിലൊക്കെ തീരുമാനം വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ അയോധ്യയുടെ കാര്യത്തിൽ വളരെ കൃത്യമാണ് നിലപാട്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ വാർത്തകൾ നൽകുന്നുണ്ട്. അയോധ്യ സന്ദർശനത്തിന് പോകുകയാണ്. അതായത് ഒരു ഇരട്ടത്താപ്പ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ കാണിക്കുകയില്ലേ കോൺഗ്രസ്? ശരിയായ ഒരു വ്യാഖ്യാനമോ അത്തരത്തിലുള്ള ഒരു ചോദ്യമായിട്ട് ഞാൻ കാണുന്നില്ല നീലിമയുടെ ചോദ്യം. കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ്. കോൺഗ്രസിൽ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരും ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരും അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് വെറും ഒരു ആരാധനാലയമായി മാത്രം കരുതാൻ കഴിയുമോ? ബാബറി മസ്ജിദ് തകർത്തയിടത്ത് ഉയർന്നു വന്ന പണി കഴിപ്പിച്ച ശ്രീരാമ ജന്മഭൂമി എന്ന പേരുകൊണ്ട് അയോധ്യ ക്ഷേത്രം, ആ അയോധ്യ ക്ഷേത്രത്തിൽ പോകുന്നത് ശരിയാണോ എന്നതാണ് ചോദിക്കുന്നത്. അത് ശരിയായ നടപടിയല്ല. ഞങ്ങൾ പറയട്ടെ മറുപടി, ഞാൻ മറുപടി പറയട്ടെ. പറയൂ. ഞാൻ പറഞ്ഞു വരുന്നതിനെ എന്തിനാണ് വഴിതിരിച്ചു വിടുന്നത്? അതിനെന്തിനാ തടസ്സപ്പെടുത്തുന്നത്? ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങളൊരു മതേതര പാർട്ടിയാണ്. ഹൈന്ദവരുണ്ട് ഈ പാർട്ടിയിൽ, ഇസ്ലാം മതക്കാരുണ്ട്, ക്രൈസ്തവരുണ്ട്. ഈ പാർട്ടിയിൽ ഹിന്ദു മറ്റ് വിഭാഗങ്ങളുണ്ട്, പിന്നോക്കക്കാരുണ്ട്, ദളിതുണ്ട്. എല്ലാ സമൂഹവും ചേരുന്നതാണ് ഈ പാർട്ടി. അവരുടെ വിശ്വാസ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഞങ്ങൾ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് അതിന് മൃദു വർഗീയതയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് മൃദു വർഗീയതയല്ല, അത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ മൃദു ഹിന്ദുത്വമാണ് അല്ലെങ്കിൽ മൃദു വർഗീയതയാണ് എന്ന് പറയുന്നത് CPM-ന്റെ കപട രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നതേ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തുകൊണ്ട് പോയില്ല അയോധ്യയിൽ? വ്യക്തമായ മതേതര താല്പര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 26 മുമ്പ് പോകാതിരുന്നത് അയോധ്യയിൽ? ഇവിടെ ഒരു വിഷയം അയോധ്യയുടെ പേരിൽ വന്നിരുന്നു. ആ വിഷയത്തിന്മേൽ ഇന്ത്യയുടെ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സമൂഹങ്ങൾക്കും രണ്ട് മതവിശ്വാസികൾക്കും രണ്ട് ആരാധനാലയങ്ങൾ അനുവദിച്ചു. അതിൽ അയോധ്യയിലേക്ക് പോകുന്നതോ അയോധ്യയിലേക്ക് അല്ലെങ്കിൽ മറ്റു തലത്തിലെ അജ്മീറിലേക്ക് പോകുന്നതോ അതെല്ലാം അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമാണ്. അത് ആ വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അംഗീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് ഇരട്ടത്താപ്പല്ല, കാപട്യമല്ല, അത് തുറന്ന മനസ്സാണ്. അത് മതേതരത്വത്തിൽ ഊന്നിയുള്ള ഭാഗമാണ്. അയോധ്യ സന്ദർശനം, രാഹുൽ ഗാന്ധി അയോധ്യ സന്ദർശിക്കാൻ പോകുകയാണ്. അത് മതവിശ്വാസമാണ്.
അതിൽ മതേതരത്വത്തിൻ്റെയൊക്കെ അംശം കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വിശ്വാസത്തെയും വർഗീയതയെയും വേർതിരിച്ചറിയാൻ ഇനിയും കോൺഗ്രസിന് കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ഷുക്കൂർ സാഹിബ്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ മതനിരപേക്ഷ സമൂഹത്തെ നയിക്കുക? ഇപ്പൊ കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട യോഗം ഷുക്കൂറെ പത്തനംതിട്ടയിലായിരുന്നു. നിങ്ങളുടെ നേതാവ് ആന്റണിയുടെ മകൻ പഴയ കോൺഗ്രസുകാരൻ അനിൽ ആന്റണി NDA BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ അവിടെ വന്നിട്ട് പ്രധാനമന്ത്രി എങ്ങനെയാ പ്രസംഗം തുടങ്ങിയത്? ഷുക്കൂറെ, ബായോം ബഹനോം സ്വാമിയെ അയ്യപ്പ എന്നായിരുന്നു അടുത്ത വിളി. ബായോം ബഹനോം വിളിച്ചിട്ട് അടുത്ത വിളി സ്വാമിയെ അയ്യപ്പ. BJPക്ക് വോട്ട് പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് യോഗത്തിൽ BJPക്ക് വോട്ട് പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പത്തനംതിട്ടയിൽ വന്നിട്ട്, ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വന്നിട്ട് ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മോഡി വിളിച്ചത് വിശ്വാസം കൊണ്ടാണോ? ശുക്കൂർ പറ, വിശ്വാസം കൊണ്ടാണോ? വിശ്വാസം കൊണ്ടാണോ? അതല്ല, അത് അയ്യപ്പ സ്വാമി എന്ന് പറയുന്ന മതചിഹ്നത്തെ വർഗീയമായി ഉപയോഗപ്പെടുത്തലാണോ? ഇത് പറ. ഇതാണ് പ്രശ്നം, ഞങ്ങൾ പറയുന്ന പ്രശ്നം. പ്ലീസ് 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 ഷുക്കൂറെ ശരിയല്ല. പ്ലീസ് ഷുക്കൂറെ ശരിയല്ല. ഷുക്കൂറെ പ്ലീസ് ശരിയല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് എന്താ? പ്രധാനമന്ത്രി BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയുണ്ട്. മറുപടി പറയൂ. ഷുക്കൂറിനോട് എന്റെ ചോദ്യം ഇതാണ്. ഷുക്കൂർ ഒന്ന് ശാന്തനായി കേൾക്കൂ. BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ടയിൽ നിന്ന് നരേന്ദ്രമോദി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചത് വിശ്വാസം കൊണ്ടാണോ വർഗീയത ഇളക്കാനാണോ? അതൊന്ന് പറ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ അയോധ്യയിലെ രാമക്ഷേത്രം, അയോധ്യയിലെയും ഇന്ത്യയിലെയും ഹിന്ദുമത വിശ്വാസികളുടെ താല്പര്യമാണോ RSS? എന്തുകൊണ്ടാ? തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. മുസ്തഫ ഇപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. മുമ്പും അങ്ങനെയാണെങ്കിൽ പിന്നെ ഷുക്കൂർ, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ അയോധ്യയിലെ RSSന്റെ രാമക്ഷേത്രത്തിലേക്കുള്ള യാത്ര വിശ്വാസമാകുന്നത്? ഇന്ത്യയിലെ 4 ഹിന്ദുമത മഠങ്ങൾ, ശങ്കരാചാര്യന്മാരുടെ മഠങ്ങൾ, അവിടുത്തെ പ്രതിനിധികൾ പോയില്ല. ഇതേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അന്നത്തെ നിങ്ങൾ പ്രതികരിച്ചില്ല. ഇപ്പോൾ അനിൽ ആന്റണി ഇപ്പോൾ ഈ അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതാണ്. നിങ്ങളോട് ചോദിക്കുന്നത് RSSന്റെ ആരാധനാലയത്തിലേക്ക് പോകുന്നത് വിശ്വാസമാണോ? അത് നിങ്ങൾ പറ. ഷുക്കൂർ മറുപടി പറയൂ. സമയം അവസാനിക്കാറായി. നിങ്ങളോട് ചോദിക്കുന്നത്, ഇന്ത്യയിലെ 4 ശങ്കരാചാര്യന്മാർ പോകാതിരുന്ന ക്ഷേത്രം അത്. 4 ശങ്കരാചാര്യന്മാർ പോകാതിരുന്നതും മോഡിയും ആദിത്യനാഥും കൂടി ഉദ്ഘാടനം ചെയ്തതുമായ ക്ഷേത്രത്തിൽ പോകുന്നത് എങ്ങനെയാണ് ഹിന്ദുമത വിശ്വാസമാകുന്നത്? എങ്ങനെയാണ് ഹിന്ദുമത വിശ്വാസമാകുന്നത്? ഇതുവരെ രാഹുൽ ഗാന്ധി ഈ അയോധ്യയിൽ പോകാത്തതൊക്കെ വലിയ രീതിയിൽ BJP ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ കെണിയിൽ കൂടി വീട് കൊടുക്കാൻ പോകുകയാണ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? ഒന്ന് പറയൂ. ആര്? മുസ്തഫ വലിയ വീമ്പിളക്കിയാണ്. അതിനെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഷുക്കൂറ, ഇനിയും കള്ളം പറയാതെ നിങ്ങൾ RSSന്റെ ലൈനിലേക്ക് പോകല്ല. പ്രധാനമന്ത്രി കള്ളം പറയുന്നു, കോൺഗ്രസുകാരനായ ഷുക്കൂറും കള്ളം പറയുന്ന അവസ്ഥയിലേക്ക് പോകരുത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി BJPയെയും അവരുടെ കേന്ദ്രഭരണത്തെയും നരേന്ദ്രമോദിയെയുമാണ് വിമർശിച്ചത്. അവർ തന്നെയാണ് വിമർശിച്ചത്. കോൺഗ്രസിന് വളരെ കൃത്യമായി മറുപടി ഇക്കാര്യങ്ങളിൽ. ഈ മൃദുഹിന്ദുത്വ സമീപനത്തെക്കുറിച്ച് കോൺഗ്രസിന് കൃത്യമായ ഒരു മറുപടി പറയാനും ഉണ്ടാകില്ല എന്നത് വളരെ വ്യക്തമാണ്. ഷുക്കൂറിൽ നിന്ന് അതുതന്നെയാണ് പ്രതീക്ഷിച്ചത്. വിഷം ചീറ്റിയാൽ വോട്ടാകുമോ എന്ന വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് 1 മണിക്കൂർ ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.